ത്രിയേക ദൈവത്തിൻ്റെ മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്ന് നമുക്ക് ആരാധന വർഷത്തെക്കുറിച്ച് ചിന്തിക്കാം. ക്രൈസ്തവ സഭയുടെ ആരാധന വർഷത്തെ 6 കാലങ്ങളായി തിരിച്ചിരിക്കുകയാണ്. ലിറ്റർജിക്കൽ ഇയർ ഓർ ലിറ്റർജിക്കൽ സൈക്കിൾ എന്ന് ഇത് അറിയപ്പെടുന്നു. ചില പിതാക്കന്മാർ 7 കാലങ്ങളായും വിവക്ഷിക്കുന്നുണ്ട്. കൂദോഷ് ഈത്തോ അഥവാ സഭയുടെ വിശുദ്ധീകരണ ദിവസം ആണ് പ്രഥമകാലം ആരംഭിക്കുന്നത്. ഒക്ടോബർ 30 ഒക്ടോബർ 31 ഞായറാഴ്ച വന്നാൽ ആ ഞായറാഴ്ചയാണ് ഹൂദോഷീത്തോ ആയിട്ട് ആഘോഷിക്കുന്നത്. കൂദോഷീത്തോ മുതൽ യെല്ലോ പെരുന്നാൾ വരെ, അതായത് കർത്താവിൻ്റെ ജനന പെരുന്നാൾ വരെ ആദ്യ കാലം നീണ്ടു നിൽക്കുന്നു. യെല്ലോ കാലമാണ് രണ്ടാമത്തത്. യെല്ലോ കാലം വരെയുള്ള നാളുകൾ ആഗമന നാളുകൾ എന്ന് പറയപ്പെടുന്നുണ്ട്. ദ പീരിയഡ് ഓഫ് അഡ്വെൻറ്റ് എന്ന ഇംഗ്ലീഷിൽ അതിനെ വിളിക്കുന്നു. എൽഡോ മുതൽ കൊതന ഞായറാഴ്ച വരെ മൂന്നാമത്തെ കാലം. എന്നാൽ എൽഡോ മുതൽ ദനഹ വരെ മറ്റൊരു കാലമായി ചില പിതാക്കന്മാർ ചിത്രീകരിച്ചിട്ടുണ്ട്. അതാണ് കൊതന ഞായറാഴ്ച മുതൽ, അതായത് വെള്ളം വീഞ്ഞാക്കിയ ദിനം മുതൽ കെംദ അഥവാ ഉയർപ്പ് വരെ ഉള്ള അടുത്ത കാലം കണക്കാക്കപ്പെടുന്നത്. കെംദ മുതൽ പെന്തിക്കോസ്ത് ഞായർ വരെയാണ് അടുത്ത ആരാധനാ കാലം. സഭയുടെ ഉത്ഭവ ദിനമായ പെന്തിക്കോസ്ത് മുതൽ കർത്താവിൻ്റെ സ്ലീബ കണ്ടെത്തിയ ദിനമായ സ്ലീമ പെരുന്നാൾ വരെ 6-ാം കാലം അവസാനിക്കുന്നു. 7-ാമത്തെ കാലം സ്ലീബ മുതൽ ഹൂദോഷീത്തോ വരെയാണ്. അതാണ് അവസാന കാലഘട്ടമായി കണക്കാക്കുന്നത്. ആദ്യകാലങ്ങളിൽ ജനന പെരുന്നാൾ പ്രത്യേകമായി ആഘോഷിക്കാറില്ലായിരുന്നു. ദനഹാ പെരുന്നാളും അഥവാ കർത്താവിൻ്റെ മാമോദിസ എന്ന് വിവക്ഷിക്കുന്ന പ്രകാശത്തിൻ്റെ പെരുന്നാളും ജനന പെരുന്നാളും ഒന്നിച്ചാണ് ആഘോഷിച്ചിരുന്നത്. കർത്താവിൻ്റെ മനുഷ്യാവതാരത്തിലെ പ്രധാന സംഭവങ്ങൾ കോർത്തിണക്കിയാണ് ആരാധന വർഷം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. കർത്താവിനോട് അടുത്ത പെരുന്നാളുകൾ അതാത് കാലങ്ങളിൽ സ്ഥാനവും കാലഘട്ടവും കണക്കിലെടുത്ത് വിശ്വാസികൾ ആഘോഷിക്കുമ്പോൾ കർത്താവുമായുള്ള സമകാലീനത്വം അനുഭവവേദ്യമാകുന്നതായി കരുതപ്പെടുകയാണ്. ആരാധനക്രമം സ്ലീബ എന്നും കെംദ എന്നും ചിട്ടപ്പെടുത്തി പിതാക്കന്മാർ 2ആയി വിഭജിച്ച് ആരാധന നടത്തുവാൻ കൽപ്പിച്ചിരിക്കുകയാണ്. ഇതോടെ കൂടി ഈ ലഘു വിവരണം ഞാൻ ഉപസംഹരിക്കട്ടെ. സഭയുടെ ആരാധന വർഷത്തെ ഇങ്ങനെ 6 കാലങ്ങൾ അഥവാ 7 കാലങ്ങളായി തിരിക്കുകയും അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ആചരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നതാണ് ഒരു ക്രൈസ്തവൻ്റെ ധർമ്മം, ചുമതല എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഗുഡ് തോട്ട്സ് അഥവാ സത്ചിന്തകൾ എന്ന ഈ ചാനലിൽ പ്രക്ഷേപണം ചെയ്യുന്ന എല്ലാ പരമ്പരകളും ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ശ്രോതാക്കൾ പ്രേക്ഷകർ നൽകുന്ന അഭിപ്രായത്തെ അതതിൻ്റെ പ്രാധാന്യമനുസരിച്ച് ഉൾക്കൊള്ളുകയും ചെയ്യുന്നതാണ്. നിർത്തട്ടെ. ത്രിയേക ദൈവത്തിൻ്റെ മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്ന് നമുക്ക് ആരാധന